ഹലോ ഓൾ, നമുക്കിന്ന് പ്രോട്ടീൻ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിക്കാം. പ്രോട്ടീൻ സ്ട്രക്ചറിലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചറുകൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചറുകൾ എന്താണ്, അതുപോലെ തന്നെ ടെറിഷ്യറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതിലാദ്യം സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മോട്ടിഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പ്രോട്ടീനിൻ്റെ മോട്ടിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. മോട്ടിഫ് എന്ന് പറയുന്നത് എ ഷോർട്ട് റിക്കറിംഗ് പാറ്റേൺ ഓഫ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ദറ്റ് ഫോം എ സ്പെസിഫിക് സ്ട്രക്ചറൽ യൂണിറ്റ് വിത്തിൻ എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീനിൽ ഒരു സ്ട്രക്ചറൽ യൂണിറ്റ് ഫോം ചെയ്യുന്ന ഒരു റീജിയനെയാണ് നമ്മൾ മോട്ടിഫ് എന്ന് വിളിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി സ്ട്രക്ചേഴ്സ് നമുക്കറിയാം. സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ആൽഫ ഹെലിക്സ്, ബീറ്റ ഷീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് മോട്ടിഫ് എന്ന് പറയുന്നത്. അത് ഒരു പ്രോട്ടീനിന് ഒരു സ്പെസിഫിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻസ് അവർ ചെയ്യുന്നില്ല, പകരം ഒരു സ്ട്രക്ചറൽ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റീജിയനാണ് മോട്ടിഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഹെലിക്സ് ടേൺ ഹെലിക്സ് മോട്ടിഫ്. ഹെലിക്സും രണ്ട് ഹെലിക്സുകളെ കണക്ട് ചെയ്തിട്ട് ഒരു ടേണും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെലിക്സ് ടേൺ ഹെലിക്സ് മോട്ടിഫ് എന്ന് പറയും. ആ ഒരു മോട്ടിഫ് എന്ന് പറയുന്നത് കാണുന്നത് DNA ബൈൻഡിങ് പ്രോട്ടീൻസിലാണ്. ഇപ്പോൾ ഒരു പ്രോട്ടീനിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു മോട്ടിഫ് എന്ന് പറയുന്നത്. ഹെലിക്സ് ടേൺ ഹെലിക്സ് എന്ന് പറയുന്നത് DNA ബൈൻഡിങ് പ്രോട്ടീൻസ് ആയിട്ടുള്ള DNA പോളിമറേസ്, അതുപോലെ തന്നെ ലിഗേസ്, അങ്ങനെയുള്ളതിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതരം മോട്ടിഫാണ് ഹെലിക്സ് ടേൺ ഹെലിക്സ് എന്ന് പറയുന്നത്. ഈ സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഫോം ചെയ്യുന്നത്. ഇതൊരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. സെക്കൻഡറി സ്ട്രക്ചറുകൾ കണക്ട് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് മോട്ടിഫുകൾ എന്ന് പറയുന്നത്. ഈ ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസിലും നമുക്ക് ഈ ഒരു മോട്ടിഫ് കാണാൻ പറ്റും. ഒരേ മോട്ടിഫ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഹെലിക്സ് ടേൺ ഹെലിക്സ് മോട്ടിഫ്, അത് തന്നെ ഡിഫറെൻറ്റ് പ്രോട്ടീൻസിൽ കാണും. അൺറിലേറ്റഡ് ആയിട്ടുള്ള അധികം ബന്ധമില്ലാത്ത പ്രോട്ടീൻസിലും ഒരേ മോട്ടിഫുകൾ കാണാനായിട്ട് പറ്റും. അപ്പം ഇത് ഒരു സ്ട്രക്ചറൽ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളതിനെ സ്ട്രക്ചറൽ മോട്ടിഫ് എന്ന് വിളിക്കുന്നു. അപ്പം അതിൻ്റെ എക്സാമ്പിളുകളാണ് ബീറ്റ ഹെയർ പിൻ, ഹെലിക്സ് ടേൺ ഹെലിക്സ്, ഗ്രീക്കി മോട്ടിഫ് എന്നൊക്കെ പറയുന്നത്. ഓരോന്നും നമുക്ക് ഫിഗർ വെച്ച് പറഞ്ഞു നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഒരു എക്സാമ്പിളുകൾ രണ്ടെണ്ണം നമുക്ക് പഠിക്കാം. ബീറ്റ ഹെയർ പിന്നും ഹെലിക്സ് ടേൺ ഹെലിക്സും. അപ്പോൾ അതിൽ ബീറ്റ ഹെയർ പിൻ എന്ന് പറയുന്നത് ഈ രണ്ടാമത് കൊടുത്തിട്ടുള്ളതാണ് ബീറ്റ ഹെയർ പിൻ എന്ന് പറയുന്നത്. നമ്മൾ ഹെയർ പിൻ ലൂപ്പുകൾ എന്ന് പറയില്ലേ, ഇപ്പോൾ ഹൈ റേഞ്ചൊക്കെ പോകുമ്പോൾ ഹെയർ പിൻ ലൂപ്പിലൂടെ പോകാമെന്ന് പറയില്ലേ, ആ ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ടാണ് ബീറ്റ ഹെയർ പിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആൻറ്റി പാരലൽ ആയിട്ടുള്ള ബീറ്റ ഷീറ്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ചെറിയ ലൂപ്പുകളോ ടേണുകളോ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്, ബീറ്റ ഹെയർ പിൻ മോട്ടിഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു മോട്ടിഫാണ് ആൽഫ ഹെലിക്സിൻ്റെ മോട്ടിഫ് എന്ന് പറയുന്നതാണ് ഹെലിക്സ് ടേൺ ഹെലിക്സ് മോട്ടിഫ്. രണ്ട് ഹെലിക്സുകളെ കണക്ട് ചെയ്തിട്ട് ഒരു ടേൺ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് ഹെലിക്സിനെ കണക്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് അല്ലെങ്കിൽ ടേൺ കാണാൻ പറ്റും. അതിനെയാണ് ഹെലിക്സ് ടേൺ ഹെലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗ്രീക്ക് കീയുടെ പോലെ തന്നെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഇത് വേറൊരു മോട്ടിഫാണ്. ഗ്രീക്കി മോട്ടിഫ് എന്ന് പറയുന്നത് വേറൊരു മോട്ടിഫാണ്. അപ്പോൾ നമ്മൾ രണ്ട് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, ഹെലിക്സ് ടേൺ ഹെലിക്സും ബീറ്റ ഹെയർ പിന്നും. ബീറ്റ ഹെയർ പിന്ന് ഫോം ചെയ്യുന്നത് ആൻറ്റി പാരലൽ ആയിട്ടുള്ള ബീറ്റ ഷീറ്റ്സിനെ കണക്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ബീറ്റ ഹെയർ പിൻ ലൂപ്പ് എന്ന് പറയുന്നത്. ഹെലിക്സ് ടേൺ ഹെലിക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, രണ്ട് ഹെലിക്സുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടേൺ ഫോം ചെയ്യുന്നു. ബീറ്റ ഹെയർ പിന്നും അതുപോലെ തന്നെ ഹെലിക്സ് ടേൺ ഹെലിക്സും, ഈ രണ്ട് മോട്ടിഫുകൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. മോട്ടിഫ് അത്രേ പറയാനുള്ളത്. മോട്ടിഫ് എന്ന് പറയുന്നത് സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സാണ്. ഇവരെ സ്ട്രക്ചറൽ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഒരു പ്രോട്ടീനിൻ്റെ പാർട്ടാണ് മോട്ടിഫ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫങ്ഷൻസ് ചെയ്യുന്നില്ല, എന്നാൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻസ് ആണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത്. ഒരു സ്ട്രക്ചർ പ്രോട്ടീനിലെ ഒരു ഭാഗത്തിന് നമുക്ക് മോട്ടിഫ് എന്ന് പറയാൻ പറ്റും. ഇനി പ്രോട്ടീനിലെ തന്നെ വേറൊരു പോർഷനെ അല്ലെങ്കിൽ വേറൊരു ടേം നമുക്ക് പഠിക്കാനുള്ളതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. മോട്ടിഫ് എന്താണെന്ന് മനസ്സിലാക്കി, ഇനി നമുക്ക് പറയാനുള്ളത് ഡൊമൈനാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടിഫുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ സെക്കൻഡറി സ്ട്രക്ചറുകളും കൂടിച്ചേർന്ന് വീണ്ടും ലൂപ്പുകളൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ഫങ്ഷണൽ ഡൊമൈൻ ഓഫ് പ്രോട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡൊമൈന് എന്തെങ്കിലും ഒരു ഫങ്ഷൻ പ്രോട്ടീനിൽ ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ്റെ റീജിയനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഫോൾഡഡ് സെക്ഷൻ ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ ദാറ്റ് ഓഫൻ ഹാസ് എ സ്പെസിഫിക് ഫങ്ഷൻ. ഒരു
പ്രത്യേക രീതിയിൽ ഫോൾഡ് ചെയ്ത്, ഇപ്പോൾ ഇത് ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് SH2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൊമെയിനാണ്. SH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ്റെ ഒരു റീജിയനാണ്. ഒരു പ്രത്യേക രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അവർ. SH2 ഡൊമെയിൻ ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അമിനോ ആസിഡ്സ് നമ്മൾ പഠിച്ചു. അമിനോ ആസിഡ്സിൽ ഒരു എക്സാമ്പിളാണ് തൈറോസിൻ എന്ന് പറയുന്നത്. തൈറോസിനിൽ ഫോസ്ഫേറ്റിന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ തൈറോസിനിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്ത് ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള തൈറോസിനിലേക്ക് ബൈൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് SH2 ഡൊമെയിൻ എന്ന് പറയുന്നത്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്കത് ആവശ്യമാണ്, സെൽ സിഗ്നലിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ SH2 ഡൊമെയിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള തൈറോസിൻ റെസിഡ്യൂസിൽ ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ അവർ ചെയ്യുന്നുണ്ട്. അതാണ് പ്രോട്ടീൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി സ്ട്രക്ചേഴ്സും മോട്ടിഫുകളും കണക്ട് ചെയ്ത ലൂപ്പുകളൊക്കെ ഉണ്ടാവും. ആ ഒരു മൊത്തത്തിലുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിഫ് എന്ന് പറയുന്നത് ചെറിയ പോർഷൻസ് ആണ്. ഡൊമെയിനേക്കാളും ചെറുതായിരിക്കും മോട്ടിഫ്. ഡൊമെയിനാണ് വലിയ പോർഷൻ എന്ന് പറയുന്നത്. മോട്ടിഫ് ഡൊമെയിൻ്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും. അപ്പോൾ അത്രയും 2 ടേംസ് ആണ് നമുക്ക് പറയാനുള്ളത്. സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഓർ മോട്ടിഫ്, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ ഡൊമെയിൻസ്. സെക്കൻഡറി സ്ട്രക്ചറുകൾ നമ്മൾ അത്രയും പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് ടെറിഷ്യറി സ്ട്രക്ചറുകൾ. എന്താണ് ഒരു പ്രോട്ടീൻ്റെ ടെറിഷ്യറി സ്ട്രക്ചർ? പ്രൈമറി സ്ട്രക്ചർ അമിനോ ആസിഡുകൾ നേരെ എഴുതി വെക്കുന്നതിനെയാണ് നമുക്ക് ആ ഒരു ലീനിയർ സീക്വൻസിനെ നമ്മൾ പ്രൈമറി സ്ട്രക്ചർ പറഞ്ഞു. സെക്കൻഡറി സ്ട്രക്ചറിൽ ആൽഫ ഹെലിക്സ്, ബീറ്റ പ്ലീറ്റർ സ്ട്രക്ചർ, അതിൽ തന്നെ ആൻറ്റി പാരലൽ, പാരലലൊക്കെ പറഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ടെറിഷ്യറി സ്ട്രക്ചർ. ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള 3 ഡയമെൻഷണൽ കോൺഫർമേഷൻ, 3 ഡയമെൻഷണൽ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഈ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഫോം ചെയ്യുന്നത് മെയിൻലി സൈഡ് ചെയിനുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണമാണ്. ഓരോ അമിനോ ആസിഡിനും സൈഡ് ചെയിനുകളുണ്ട്. ആ സൈഡ് ചെയിനുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണമാണ് ഈ ഒരു ടെറിഷ്യറി സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്, 3D സ്ട്രക്ചറിലേക്ക് അത് മാറുന്നത്. ഈ ഒരു പ്രോട്ടീനെ പ്രത്യേക രീതിയിൽ ഫോൾഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്ട്രക്ചറിലേക്ക് എത്തുന്നത്. പ്രൈമറി സ്ട്രക്ചറാണ് ഏത് രീതിയിൽ അത് ഫോൾഡ് ചെയ്യണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്കറിയാം പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് സീക്വൻസ് ആണ്. ഏതൊക്കെ അമിനോ ആസിഡാണ് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവരുടെ ഫോൾഡിങ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ടെറിഷ്യറി സ്ട്രക്ചറിൽ കുറേ ഇൻട്രാക്ഷൻസ് കാണാൻ പറ്റും. അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഫോം ചെയ്യുന്നു. ഏതൊക്കെ ഇൻട്രാക്ഷൻസ് ആണ് ടെറിഷ്യറി സ്ട്രക്ചറിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്? ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് ഒരു നോൺ ക്വലൻ്റ് ഇൻട്രാക്ഷനാണ്. നമുക്കറിയാം എന്താണ് ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ. അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ്, ഹൈഡ്രജൻ ബോണ്ടുകൾ, വാൻഡർവാൾസ് ഫോഴ്സസ് ഓർ ഇൻട്രാക്ഷൻസ്, കൊവലൻ്റ് ബോണ്ട്സ്. കൊവലൻ്റ് ബോണ്ടിൽ തന്നെ മെയിൻലി ടെറിഷ്യറി സ്ട്രക്ചറിൽ കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത് ഇൻട്രാ ചെയിൻ ഡൈസൾഫൈഡ് ബോണ്ടുകളാണ്. ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫർ, ഇങ്ങനെ നമുക്കൊരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡൈസൾഫൈഡ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നത് സിസ്റ്റീനിലാണ്. സിസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് ഡൈസൾഫൈഡ് ബോണ്ട് ഫോർമേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിൽ 2 എക്സാമ്പിൾസ് ഉണ്ട്, സിസ്റ്റീനും മെത്തയോണിനും. മെത്തയോണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആണെങ്കിൽ പോലും ഡൈസൾഫൈഡ് ബോണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഡൈസൾഫൈഡ് ബോണ്ട് ഫോം ചെയ്യാനോ പറ്റില്ല. സിസ്റ്റീനാണ് ഡൈസൾഫൈഡ് ബോണ്ടിൽ പാർട്ടിസിപ്പേഷൻ നടത്തുന്നത്. അപ്പോൾ ഇതാണ് ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ടെറിഷ്യറി സ്ട്രക്ചർ നോക്കി ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് ഉണ്ടാവാം, ഡൈസൾഫൈഡ് ബോണ്ടുകൾ ഉണ്ടാവാം, അയോണിക് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ്, അയോണിക് ബോണ്ടുകൾ ഉണ്ടാവാം, ഹൈഡ്രജൻ ബോണ്ടുകളൊക്കെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ടെറിഷ്യറി സ്ട്രക്ചറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത് എന്താണ് ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് പറയുന്നതാണ്. സിസ്റ്റീൻ റെസിഡ്യൂ ആണത്. സിസ്റ്റീനിൽ എന്ത് ഗ്രൂപ്പ് ഉണ്ട്? തയോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ സൾഫൈഡ്രൽ ഗ്രൂപ്പ്, SH2 ഗ്രൂപ്പ് കാണാൻ പറ്റുന്നുണ്ട്. SH ഗ്രൂപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഈ SH ഗ്രൂപ്പിലെ ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നിന്നൊരു ഹൈഡ്രജനും ഇവിടെ നിന്നൊരു ഹൈഡ്രജനും റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 H+ റിലീസായി കഴിഞ്ഞാൽ ഈ 2 സൾഫർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. ഈ ബോണ്ടിനെ പറയുന്ന പേരാണ് ഡൈസൾഫൈഡ് ബോണ്ട്. സിസ്റ്റീനുകൾ 2 കൂടി ചേർന്ന് സിസ്റ്റൈനായിട്ട് മാറി. സിസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു സ്ട്രക്ചറിലേക്ക് അത് മാറി. അപ്പം അതാണ് ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. ഡൈസൾഫൈഡ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ 2 സിസ്റ്റീൻ റെസിഡ്യൂസ് കൂടി ചേർന്ന് സിസ്റ്റൈൻ ഫോം ചെയ്തു.
ഇപ്പോൾ ടെറിഷറി സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി, എങ്ങനെയാണ് ടെറിഷറി സ്ട്രക്ചർ ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായി. ആ സൈഡ് ചെയിനുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണമാണ് ടെറിഷറി സ്ട്രക്ചറുകൾ ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സൈഡ് ചെയിനും മെയിൻ ചെയിനും, അതായത് നമുക്ക് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്ന മെയിൻ ചെയിനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണം എന്ത് ഫോം ചെയ്യാം, ടെറിഷറി സ്ട്രക്ചറുകളിൽ ഫോർമേഷൻ നടത്താൻ പറ്റും. ഓക്കെ, ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇലോങ്ങേഷനിൽ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെലിക്സും സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഹെലിക്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ടിങ് പാറ്റേൺ വഴിയാണ്. ഡൈസൾഫൈഡ് ബോണ്ട് നമ്മൾ പറഞ്ഞു, 2 സൾഫർ ആറ്റംസിനെ കണക്ട് ചെയ്തിട്ടുള്ള കോവലൻ്റ് ലിങ്കേജാണ് ഡൈസൾഫൈഡ് ബോണ്ട്. സിസ്റ്റീൻ ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സിസ്റ്റീൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡാണ്. ഇങ്ങനെയുള്ള കോവലൻ്റ് ബോണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. എന്താണ്, നോൺ കോവലൻ്റ് ബോണ്ടിനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ്. സ്ട്രോങ് ലിങ്കായിട്ട് ആക്ട് ചെയ്ത് ആ ഒരു പ്രോട്ടീനിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് കൃത്യമാക്കി വെക്കാനായിട്ട് ഡൈസൾഫൈഡ് ബോണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ലിങ്കായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നതും ഈ ഒരു പ്രോട്ടീനിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. ഹൈഡ്രജൻ ബോണ്ട് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം, പൊളാർ സൈഡ് ചെയിനുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാം. ഏതൊക്കെ പൊളാർ അമിനോ ആസിഡ്സ് നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ പൊളാർ ആയിട്ടുള്ള അമിനോ ആസിഡ്സിന് എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ തൈറോസിൻ, ഓയിച്ച് ഉണ്ട്, സെറിനിൽ ഓയിച്ച് ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊളാർ സൈഡ് ചെയിനുള്ള ആളുകളാണ്. അപ്പോൾ അവർ 2 ചെയിനിലുള്ള പൊളാർ സൈഡ് ചെയിനുള്ള ആളുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊളാർ സൈഡ് ചെയിനുള്ള അമിനോ ആസിഡ്സും പെപ്റ്റൈഡ് ലിങ്കേജ് അല്ലെങ്കിൽ ബാക്ക് ബോണും തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കാം. അങ്ങനെയും ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ ബോണ്ടും ടെറിഷറി സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഇൻട്രാക്ഷൻസ് ആണ്. പിന്നെ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് 2 ഹൈഡ്രോഫോബിക് ഗ്രൂപ്പുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ എപ്പോഴും എന്തിരിക്കും, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള റീജിയൻസ് ഉള്ളിലേക്ക് പ്രോട്ടീനിൻ്റെ കോർ റീജിയനിലേക്കും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളത് പ്രോട്ടീനിൻ്റെ ഔട്ടർ റീജിയനിലേക്കായിരിക്കും വരിക. അപ്പോൾ അങ്ങനത്തെ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. അയോണിക് ബോണ്ടുകൾ ഫോം ചെയ്യാം. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള അട്രാക്ഷൻസ് ആണ്. പോസിറ്റീവ്ലി ആയിട്ടുള്ള ഒരു അയോൺസും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അയോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവായിട്ടുള്ള ചാർജുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. ഇപ്പോൾ ആസിഡ് ഗ്രൂപ്പുകളൊക്കെ വരുന്ന ഗ്ലൂട്ടമിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഗ്ലൂട്ടമിക് ആസിഡും പോസിറ്റീവ് ചാർജുള്ള ലൈസിൻ അങ്ങനെയൊക്കെ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കാം. സൈഡ് ചെയിനുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ നടന്ന് അയോണിക് ബോണ്ടുകൾ ഫോം ചെയ്യാം. അപ്പോൾ ഇതാണ് ടെറിഷറി സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്യാന്ന് പറയുന്നത്. ഏതൊക്കെ ബോണ്ടുകളാണെന്ന് പഠിക്കണം. ഡൈസൾഫൈഡ് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് ആൻഡ് അയോണിക് ബോണ്ട്സ്. ഇത് കൊളാജൻ്റെ ടെറിഷറി സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. കൊളാജൻ മോളിക്യൂൾസിൻ്റെ ടെറിഷറി സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, കൊളാജൻ പ്രോട്ടീനിൻ്റെ ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി സ്ട്രക്ചറുകളൊക്കെ കണക്ട് ചെയ്ത് ഒരു 3D ഫോർമേഷൻ 3D സ്ട്രക്ചറിലേക്ക് അത് മാറുന്നു. ഇത് ടെറിഷറി സ്ട്രക്ചറിന് ഫോർമേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ടെറിഷറി സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് പഠിക്കുന്നതാണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. മയോഗ്ലോബിൻ്റെ എക്സാമ്പിൾ വെച്ച് നമുക്ക് ടെറിഷറി സ്ട്രക്ചർ എങ്ങനെയാണ് വരിക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു റിലേറ്റീവ്ലി സ്മോൾ ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീനാണ്. മസിൽ സെൽസിൽ കാണുന്ന ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ പോലെ തന്നെ ഓക്സിജനെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നതും ഓക്സിജനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ഓക്സിജൻ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഓക്സിജനെ ഡിഫ്യൂഷൻ നടത്തുക. ഓക്കെ, മെയിൻലി ഇത് കാണുന്നത് എവിടെയാണ്, കോൺട്രാക്റ്റിംഗ് മസിൽസിലാണ്. അതായത് പെട്ടെന്ന് കോൺട്രാക്ഷൻ നടക്കുന്ന മസിൽസിൽ, റാപ്പിഡ്ലി കോൺട്രാക്റ്റിംഗ് ആയിട്ടുള്ള പെട്ടെന്ന് ചുരുങ്ങുകയും നിവരും ചെയ്യുന്ന മസിൽസിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മസിൽസ് ആയിരിക്കും എപ്പോഴും റാപ്പിഡായിട്ട് കോൺട്രാക്ഷൻ നടക്കുന്നത്. റാപ്പിഡ് കോൺട്രാക്റ്റിംഗ് മസിൽസിലാണ് കൂടുതലായിട്ട് നമുക്ക് മയോഗ്ലോബിൻ കാണാനായിട്ട് പറ്റുക. ഹീമോഗ്ലോബിൻ പോലെ തന്നെ മയോഗ്ലോബിൻ്റെയും മെയിൻ ഫങ്ഷൻസ് എന്താണ്, ഓക്സിജനെ സ്റ്റോർ ചെയ്യുക, ഓക്സിജനെ ട്രാൻസ്പോർട്ടേഷൻ നടത്തി ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഡിഫ്യൂഷൻ നടത്തുക എന്നുള്ളത് തന്നെയാണ് മയോഗ്ലോബിൻ്റെ ഫങ്ഷൻ പറയുന്നത്. മയോഗ്ലോബിൻ മയോഗ്ലോബിൻ പ്രോട്ടീനിൻ്റെ നമ്മൾ ആ ഒരു സ്ട്രക്ചറൽ ഡീറ്റെയിൽസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ, ഒരേ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ വെച്ചിട്ടാണ് മയോഗ്ലോബിൻ ഫോം ചെയ്തിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡുകളല്ല, ഒറ്റ
ഒരൊറ്റ പോളിപെപ്റ്റൈഡ് ചെയിനുകളെ ഒരു പ്രത്യേക രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടാണ് മയോഗ്ലോബിൻ ഫോം ചെയ്തിട്ടുള്ളത്. ആ സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിനിൽ 153 അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ് കാണാൻ പറ്റുന്നത്. 153 അമിനോ ആസിഡ് റെസിഡ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ സിംഗിൾ അയൺ പ്രോട്ടോപോർഫൈറിൻ ഓർ ഹീം ഗ്രൂപ്പ്, അതായത് ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹീം ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അയൺ നടുക്കിലുണ്ടായിരിക്കും, പോർഫൈറിൻ എന്ന് പറഞ്ഞിട്ടുള്ള റിങ്ങുകൾ അതിന് ചുറ്റും കാണാൻ പറ്റും. ഈ ഒരു അറേഞ്ച്മെൻറ്റിന് നമ്മൾ അയൺ പ്രോട്ടോപോർഫൈറിൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഹീം സ്ട്രക്ചർ അല്ലെങ്കിൽ ഹീം ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റും. ഒരു മയോഗ്ലോബിനിൽ ഹീം ഗ്രൂപ്പും കാണാൻ പറ്റുന്നുണ്ട്. ഹീം ഗ്രൂപ്പ്, ഇതേ ഹീം ഗ്രൂപ്പ് തന്നെയാണ് ഹീമോഗ്ലോബിനിലും കാണാൻ പറ്റുന്നത്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മുടെ RBCയിലൊക്കെ കാണുന്ന ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതും മെയിനായിട്ട് എന്തിനാണ്, ഡീപ്പായിട്ടുള്ള റെഡ് ബ്രൗൺ കളർ കൊടുക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഹീമോഗ്ലോബിനാണ്. മയോഗ്ലോബിനും ഈ ഒരു കളർ തന്നെയാണ് കാണിക്കുന്നത്. മയോഗ്ലോബിൻ ഏറ്റവും കൂടുതൽ കാണുന്നത്, അബണ്ടൻ്റ് ആയിട്ട് കാണുന്നത് ഡീപ്പ് ഡൈവിങ് നടത്തുന്ന ഓർഗാനിസംസിൻ്റെ, ഡൈവിങ് മാമൽസിൻ്റെയൊക്കെ മസിൽസിലാണ്. ഇപ്പോൾ ഡൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നീന്തുമ്പോൾ വളരെ ഡീപ്പായിട്ടൊക്കെ നീന്തി പോകേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ മാമൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മസിൽസിൽ നമുക്ക് അത്രയും ഓക്സിജൻ കിട്ടണം. അത്രയും അവർ നീന്തുമ്പോൾ മസിൽസ് അത്രയും പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ മസിൽസിൽ എന്ത് വേണം, നല്ലോണം ഓക്സിജൻ കിട്ടണം. ആ ഓക്സിജൻ കൊടുക്കാനായിട്ട് ആ മസിൽസിലൊക്കെ മയോഗ്ലോബിൻ റിച്ച് ആയിരിക്കും, എബണ്ടൻ്റ് ആയിട്ട് മയോഗ്ലോബിൻ കാണാനായിട്ട് പറ്റും. വെയിൽസ്, സീല്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡീപ്പ് ഡൈവിങ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ, ഡീപ്പ് ഡൈവിങ് മാമൽസിൽ ഈ ഒരു മയോഗ്ലോബിൻ അബണ്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പ്രോട്ടീൻസ് നമ്മൾ ബ്രൗൺ കളർ, ഈ ഒരു മയോഗ്ലോബിൻ റെഡിഷ് ബ്രൗൺ കളർ ആയതുകൊണ്ട് അവിടെയുള്ള റീജിയനിലെ പ്രോട്ടീൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ബ്രൗൺ കളറായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി മയോഗ്ലോബിൻ്റെ കേസിൽ നോക്കുമ്പോൾ നമ്മൾ ജനറലി പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കോർ ഉണ്ടായിരിക്കും. പ്രോട്ടീനിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്തായിരിക്കും, ഹൈഡ്രോഫോബിക് ആയിരിക്കും. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പോളാർ ആയിട്ടുള്ള R ഗ്രൂപ്പ്, പൊളാരിറ്റി ഇല്ലാത്ത R ഗ്രൂപ്പുകളായിരിക്കും ഉള്ളിലുണ്ടായിരിക്കുക. പുറത്ത് റീജിയണിൽ ഔട്ട്സൈഡ് പോളാർ എക്സ്റ്റീരിയർ ആണ് ഫോം ചെയ്യുന്നത്. പൊളാരിറ്റി ഉള്ള, അതായത് OH ഗ്രൂപ്പൊക്കെ സൈഡ് ചെയിൻ ആയിട്ട് വരുന്ന ആളുകളാണ് എവിടെ വരുന്നത്, ഒരു പ്രോട്ടീനിൻ്റെ പുറമേയുള്ള റീജിയനിൽ വരുന്നത്. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഇൻറ്റീരിയർ റീജിയൻസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പോളാർ ആയിട്ടുള്ള എക്സ്റ്റീരിയർ റീജിയൻസും കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഒരു ഫീച്ചർ ഓഫ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫോൾഡിങ് പാറ്റേൺ, ആൽഫ ഹെലിക്സും ബീറ്റ ഷീറ്റ്സുകളൊക്കെ ഈ ഒരു മയോഗ്ലോബിനിലുണ്ട്. അതൊക്കെ അറേഞ്ച് ചെയ്ത് 3 ഡയമെൻഷണൽ പാറ്റേണായി ഫോം ചെയ്യുന്നു. ആ പ്രോട്ടീനിൻ്റെ ഫോൾഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോട്ടീൻ ഫോൾഡിങ് ആണ് അതിന് കൃത്യമായിട്ടുള്ള ആക്റ്റീവ് സൈറ്റ് ഫോർമേഷനും ബൈൻഡിങ് നടത്താനുള്ള ആ ഒരു അറേഞ്ച്മെൻ്റൊക്കെ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അത്രയാണ് ഈ ഒരു മയോഗ്ലോബിൻ്റെ ഫോൾഡിങ് പാറ്റേണിനെ പറ്റിയിട്ടും ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസിനെ പറ്റിയിട്ടും പറയാനുള്ളത്. ഇത് മയോഗ്ലോബിൻ്റെ തന്നെ ടെറിഷറി സ്ട്രക്ചറുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്പേം വെയിലുള്ള സ്ട്രക്ചറുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മയോഗ്ലോബിൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫറെൻറ്റ് രീതിയിൽ അവർ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. മയോഗ്ലോബിൻ്റെ സ്ട്രക്ചർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ കുറേ ആൽഫ ഹെലിക്സുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മയോഗ്ലോബിനിൽ ആൽഫ ഹെലിക്സ് റിച്ച് ആയിട്ടാണ് മയോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. മസിൽസിൽ കാണാൻ പറ്റുന്ന ഈ മയോഗ്ലോബിൻ സ്ട്രക്ചറുകളിൽ ആൽഫ ഹെലിക്സ് 8 ആൽഫ ഹെലിക്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 8 റിലേറ്റീവ്ലി സ്ട്രെയിറ്റ് സെഗ്മെൻറ്റ്സ് ഓഫ് ആൽഫ ഹെലിക്സ് ആണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, മയോഗ്ലോബിനിൽ കാണാൻ പറ്റുന്നത്. ഈ ആൽഫ ഹെലിക്സിൻ്റെ ഇടയിൽ ബെൻഡുകൾ അല്ലെങ്കിൽ ടേൺസ് കാണാൻ പറ്റും. 8 ആൽഫ ഹെലിക്സ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൽഫ ഹെലിക്സ് ഉണ്ട്. ഇപ്പോൾ ഇത് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ആൽഫ ഹെലിക്സ് ആണ്. ഇങ്ങനെയുള്ള ആൽഫ ഹെലിക്സ് 8 എണ്ണം കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിലേക്ക് ബെൻഡുകൾ അല്ലെങ്കിൽ ടേണുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയാണ് മയോഗ്ലോബിൻ്റെ ആ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 8 ആൽഫ ഹെലിക്സിനെ ABCD വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് പോലെ ABCDEFGH അങ്ങനെ ഓരോന്നിനും പേര് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ആൽഫ ഹെലിക്സിനും ഓരോ പേര് കൊടുത്ത് ABCDEFGH വരെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ ആൽഫ ഹെലിക്സ് പാറ്റേൺസ് എടുത്ത് നോക്കുമ്പോൾ 8 എണ്ണത്തിൽ ഏറ്റവും വലിയ ഹെലിക്സിൽ 23 അമിനോ ആസിഡ്സും ചെറിയ ഹെലിക്സിൽ 7 അമിനോ ആസിഡ് റെസിഡ്യൂസാണ് കാണാനായിട്ട് പറ്റുന്നത്.
70% മയോഗ്ലോബിൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്താണ്, ആൽഫ ഹെലിക്സ് ആണ്. ബാക്കിയാണ് വേറെ റീജിയൻസ് കാണാൻ പറ്റുന്നുള്ളൂ. 70% ആൽഫ ഹെലിക്സ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. മെയിൻലി ആർ ഗ്രൂപ്പൊക്കെ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ഓൾ സ്പേസ് വിത്തിൻ ദ ഫോൾഡഡ് ചെയിനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ആർ ഗ്രൂപ്പുകൾ ഇങ്ങനെ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർ ഗ്രൂപ്പിൻ്റെ പാറ്റേൺ പഠിക്കണം. ആർ ഗ്രൂപ്പ് പോളാറായിട്ടുള്ള ആർ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോഫിലിക് ആണ്, പുറത്താണ് കാണാൻ പറ്റുക, എക്സ്റ്റീരിയറിലാണ് കാണാൻ പറ്റുക. ഹൈഡ്രോഫോബിക് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിലാണ് കാണാൻ പറ്റുന്നത്. ഹൈഡ്രോഫിലിക്കിൽ 2 അമിനോ ആസിഡായി പോളാറായിട്ടുള്ള 2 അമിനോ ആസിഡ്സ് ഒഴികെ ബാക്കിയെല്ലാം കാണുന്നത് എക്സ്റ്റീരിയർ പ്രോട്ടീനിൻ്റെ സർഫസിലാണ് കാണാൻ പറ്റുന്നത്. ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള ആർ ഗ്രൂപ്പുകൾ, പോളാർ ആർ ഗ്രൂപ്പുള്ള അമിനോ ആസിഡ്സ്. മയോഗ്ലോബിൻ എന്ന് പറയുന്നത് കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതാണ് മയോഗ്ലോബിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മളിങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ ഹീം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രൂപ്പാണ് ഹീം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബാക്കി മയോഗ്ലോബിൻ്റെ ആൽഫ ഹെലിക് പാറ്റേൺസും ടേൺസും ബെൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് മയോഗ്ലോബിൻ്റെ ഉള്ളിലധികം സ്ഥലമില്ല. ഇൻറ്റീരിയർ പോർഷനിൽ വളരെ കോമ്പാക്റ്റായിട്ട് അറേഞ്ച് ചെയ്തത് കൊണ്ട് പോർഷൻസിൻ്റെ ആ ഒരു വോളിയം കുറവായതുകൊണ്ട് അവിടെ 4 മോളിക്യൂൾ ഓഫ് വാട്ടർ മോളിക്യൂളിന് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 4 മോളിക്യൂൾസ് ഓഫ് വാട്ടർ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മയോഗ്ലോബിൻ്റെ ഇൻറ്റീരിയറിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെൻസ് ഹൈഡ്രോഫോബിക് കോറ് നമ്മളതിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഹീം ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മയോഗ്ലോബിനിൽ ഏതെങ്കിലും ഒരു റീജിയനിൽ, ഒരു പോക്കറ്റ് പോലത്തെ റീജിയനിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഹീം ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത ഈ സ്ട്രക്ചറിൽ ഇപ്പോൾ ഇയും എഫും തമ്മിലുള്ള ഒരു ബെൻഡ് ഫോം ചെയ്ത് ഈ ഒരു റീജിയനിൽ ഒരു പോക്കറ്റ് ഫോം ചെയ്ത് ഇവിടെയാണ് എന്ത് ഫോം ഇരിക്കുന്നത്, ഹീം ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മയോഗ്ലോബിനിലുള്ള ഹീം ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സർവീസസ് അല്ലെങ്കിൽ ഒരു പോക്കറ്റ് റീജിയനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഹീം ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കോർഡിനേറ്റ് ബോണ്ട് ഫോർമേഷൻ നടത്തുന്നുണ്ട്. കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഹീം ഗ്രൂപ്പിന് പറ്റും. ഹീം ഗ്രൂപ്പ് പെർപെൻഡിക്കുലറായിട്ട് പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് 2 കോർഡിനേറ്റ് ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹീം ഗ്രൂപ്പിൽ പെർപെൻഡിക്കുലറായിട്ട്, പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് 2 കോർഡിനേറ്റ് ബോണ്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മയോഗ്ലോബിൻ എന്ന് പറയുന്നത് വളരെ കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് ആണ്. 4 വാട്ടർ മോളിക്യൂൾ മാത്രമാണ് ഇൻറ്റീരിയറിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു പോയിൻ്റാണ്. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ആർ ഗ്രൂപ്പുകളെല്ലാം പൊളാറായിട്ടുള്ള ആർ ഗ്രൂപ്പ് എക്സെപ്റ്റ് 2 ഒഴികെ ബാക്കിയെല്ലാം എവിടെയാണ്, ഔട്ടർ സർഫസിൽ കാണും. നോൺ പോളർ ആയിട്ടുള്ള ആർ ഗ്രൂപ്പ് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഇൻറ്റീരിയർ കോർ ഓഫ് പ്രോട്ടീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ആർ ഗ്രൂപ്പിൻ്റെ ഇയും എഫും ഹെലിക്സിൻ്റെ ഉള്ള പോക്കറ്റ് പോലെയുള്ളൊരു റീജിയനിലാണ് എന്ത് ഇരിക്കുന്നത്, ഹീം ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഹീം ഗ്രൂപ്പും എന്താണ്, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ആർ ഗ്രൂപ്പ് ആയിട്ടുള്ള ഹെലിസസ് ഇ ആൻഡ് എഫ് റീജിയൻ ഫോം എ പോക്കറ്റ് ഇൻ ടു വിച്ച് ദ ഹൈഡ്രോഫോബിക് ഹീം ഗ്രൂപ്പ് ഫിറ്റ്. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഹീം ഗ്രൂപ്പ് കയറിയിരിക്കുന്നത് ഇയും എഫിൻ്റെയും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള റീജിയനിലാണ്. നെക്സ്റ്റ് പറയുന്നത് ടേൺസിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു മയോഗ്ലോബിനിൽ കുറച്ച് ടേൺസ് കാണാൻ പറ്റും. ടേൺസിൽ 4 പ്രോലിൻ റെസിഡ്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. എപ്പോഴും ടേൺസ് ഫോം ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന അമിനോ ആസിഡാണ് പ്രോലിനും ഗ്ലൈസിനും. അതിൽ പ്രോലിൻ നമുക്ക് ഈ ടേണുകളിൽ കാണാൻ പറ്റും. അതർ അമിനോ ആസിഡ്സ് സെറിൻ, ട്രിയോണിൻ, ആസ്പരാജിനൊക്കെ ടേൺസിൽ കാണാൻ പറ്റുന്ന വേറെ അമിനോ ആസിഡ്സ് ആണ്. പിന്നെ മയോഗ്ലോബിനിലെ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു പ്ലാനാർ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. അതുപോലെ തന്നെ കാർബോണൈൽ അമിനോ ഗ്രൂപ്പ്, അമൈഡ് ഗ്രൂപ്പും കാർബോണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രാൻസ് അറേഞ്ച്മെൻ്റ് ആണ്. അതായത് നമുക്കൊരു അമിനോ ആസിഡ്സ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ സിസ് ആൻഡ് ട്രാൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കെമിക്കൽ ഗ്രൂപ്പുകൾ ഒരേ സൈഡിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു പാറ്റേണിന് നമ്മൾ സിസ് പാറ്റേൺ എന്നാണ് പറയുക. എന്നാൽ കെമിക്കൽ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ട്രാൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ മയോഗ്ലോബിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ട്രാൻസ് കോൺഫിഗറേഷനാണ്. കാർബോണൈൽ അമൈഡ് ഗ്രൂപ്പ് ട്രാൻസ് കോൺഫിഗറേഷനിലാണ്, ട്രാൻസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്.
ഹീം ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു എവിടെയാണ്, ഒരു പോക്കറ്റ് പോലുള്ള റീജിയൻ, ഒരു സർവീസ് അല്ലെങ്കിൽ പോക്കറ്റിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മയോഗ്ലോബിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മയോഗ്ലോബിനിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ്റെ ടെറിഷ്യറി സ്ട്രക്ചറുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എക്സാമ്പിൾ പഠിച്ചത് മയോഗ്ലോബിനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ടെറിഷ്യറി സ്ട്രക്ചറിൽ പഠിക്കാനുള്ളത്.